ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജം ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ചടങ്ങിൽ പുതിയ ഗുരുമന്ദിര സമർപ്പണവും നടന്നു. ഡൽഹി സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും ശിവഗിരി മഠം ഗുരുധർമ്മ യുവജന സഭ ഡൽഹി യൂണിറ്റ് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് അരുൺ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിയാനയിലെ ഫരീദാബാദ് ശ്രീനാരായണ ഗുരു സമാജം സ്ഥാപിതമായിട്ട് 50 വർഷം പിന്നിടുന്നു. ശ്രീനാരായണ ഭക്തരുടെ ഇച്ഛാശക്തിയിൽ ഫരീദാബാദിൽ പുതിയ ഗുരുമന്ദിരവും നിർമ്മിച്ചു. ഗുരുമന്ദിരത്തിന്റെ സമർപ്പണം പ്രശസ്ത വ്യവസായി ബീന ബാബുറാം നിർവഹിച്ചു. തുടങ്ങിയ ഈ സംരംഭം അന്ന് ഞാൻ ജനറൽ സെക്രട്ടറിയും ഫൗണ്ടർ മെമ്പറുമായിരുന്നു. ഇന്ന് 2025 50 വർഷം തികഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷമായിട്ടാണ് പ്രൊഫസർ KV തോമസ് അവറുകളാൽ അതിൻ്റെ സ്പിരിച്വൽ സെൻ്ററിൻ്റെ ഉദ്ഘാടനവും ഗുരുദേവൻ്റെ പ്രതിമാപ്രതിഷ്ഠയുടെ ഉദ്ഘാടനം ശ്രീമതി ബീന ബാബുറാമിനാലും നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ഡൽഹി സർക്കാരിന്റെ പബ്ലിക് പ്രോസിക്യൂട്ടറും ശിവഗിരി മഠം ഗുരുധർമ്മ യുവജന സഭ ഡൽഹി യൂണിറ്റ് അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് അരുൺ വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് മാത്രമാണോ, അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകൻ മാത്രമാണോ? നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ചെറിയ ഭാവം മാത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാത്രം നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുവിന്റെ ഒരു ഭാവം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരെങ്കിലും പറയണം, ഗുരു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ യാതൊരു സംശയവും കൂടാതെ പറയണം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയായിരുന്നു. ശിവഗിരി മഠത്തിലെ അഭയാനന്ദ സ്വാമികൾ, പ്രൊഫസർ KV തോമസ് അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, ഡൽഹി.